നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ തമ്പനെയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര്, മുഖവും നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥതയോടെ വിചാരിക്കുക. അതിനുശേഷം ഐ മിസ് യു എന്ന് നിങ്ങൾ പറയണം. 3 പ്രാവശ്യം മിസ് യു എന്ന് പറയുക. അതിനുശേഷം ഈ വായന കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജികൾ ഇവിടെ വരുന്നതായിരിക്കും. പ്രപഞ്ചശക്തി എന്തൊക്കെ സന്ദേശമാണോ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വായന തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ പറഞ്ഞ ആ കാര്യം ചെയ്യുക. അതിനുശേഷം ഈ വായന കേൾക്കുക. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ ഈ ഒരു വായന കേൾക്കാനായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഭൂരിഭാഗം പേരും കല്യാണം കഴിഞ്ഞ ആളുകളായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു കുടുംബമുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കോ ഒരു കുടുംബമുണ്ടാകാം. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഒരു കുഞ്ഞിനെ ഈ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ വ്യക്തി പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷനും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളിൽ നിന്നും ഉണ്ടായ കുട്ടിയെക്കുറിച്ചാണ് ഈ വ്യക്തി അധികമായി ചിന്തിക്കുന്നത്. ആ കുട്ടിയുമൊത്ത് നിങ്ങളുമായി സുഖമായി ജീവിക്കുന്നതും സന്തോഷകരമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെയാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി അത് നിങ്ങളോട് നേരിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു വിവാഹ ജീവിതത്തിനോട് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിനോട് ഈ വ്യക്തിക്ക് വളരെയധികം താല്പര്യമുണ്ട്. ഈ വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട്. കാരണം ഈ വ്യക്തിക്ക് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളെക്കുറിച്ചിട്ടുള്ള പല തരത്തിലുള്ള സ്വപ്നങ്ങളാണ് ഈ വ്യക്തി കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള സ്വപ്നവുമാണ്, അതുപോലെ തന്നെ ദിവാസ്വപ്നം, അതായത് പകൽ സ്വപ്നവും ഈ വ്യക്തി കാണുന്നുണ്ട്. പകല് കിടന്നുറങ്ങുന്ന രീതിയൊക്കെ ഈ വ്യക്തിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളും നിങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു പ്രണയബന്ധത്തിൽ വളരെയധികം സന്തോഷകരമായ അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയോട് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യക്തി തെന്നി മാറുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്ത്, എനിക്ക് താല്പര്യമില്ല, എൻ്റെ അവസ്ഥ ഇപ്പോൾ ശരിയല്ല, ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറയുന്നുണ്ടാകാം. അത് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണമാണ് അങ്ങനെ പറയുന്നത്. അതൊരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. തീർച്ച നിങ്ങളിത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുക. കാരണം ഈ വ്യക്തിയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും
നിങ്ങളുമായിട്ട് കുട്ടികളും ഒക്കെയായി നന്നായി ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിന് വേണ്ടി ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു, അതിതീവ്രമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഫോട്ടോ നോക്കി ഒക്കെ ഇരിക്കുന്നതാണ് ഈ വ്യക്തിയുടെ പ്രധാന തൊഴിൽ. നിങ്ങളെ ഒന്ന് മിസ്സിങ് ഫീല് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഫോട്ടോ നോക്കി ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങളുമായി സന്ദേശങ്ങൾ അയച്ച ചാറ്റ് ബോക്സ് നോക്കിയിരിക്കും. നിങ്ങളുടെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത്, ഫോട്ടോ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കും. അതാണ് ഈ വ്യക്തിയുടെ പ്രധാന വിനോദവും അതുപോലെ മനസ്സിന് ആശ്വാസമേകുന്ന ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ്. ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്നേഹവും ഈ വ്യക്തിക്ക് ആരിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഈ വ്യക്തിയുടെ അച്ഛനും അമ്മയിൽ നിന്നുമായിക്കോട്ടെ, കൂട്ടുകാരിൽ നിന്നായിക്കോട്ടെ, മറ്റു പലവരിൽ നിന്നും പലതരത്തിലുള്ള ചതികളും ഏറ്റുവാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ള 100% ഉറപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു വിശ്വാസം ഈ വ്യക്തിക്കുണ്ട്. ഏത് ഊണിലും ഉറക്കത്തിലും നിങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. അവൾ എന്നെ വിട്ടു പോകില്ല, അല്ലെങ്കിൽ അവൻ എന്നെ വിട്ടു പോകില്ല. ആ ഒരു വിശ്വാസം തന്നെയാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നതും. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി പല തരത്തിലും ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. പല രീതിയിലും ഈ വ്യക്തിയെ മറ്റുള്ളവർ പറ്റിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി സ്നേഹത്തിന് വേണ്ടിയിട്ട് കിടന്ന് അലഞ്ഞിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ മധ്യവയസ്സായപ്പോൾ, അല്ലെങ്കിൽ 25 വയസ്സ്, 30 വയസ്സ്, ഈ ഒരു കാലയളവിലാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കയറിക്കൂടിയിട്ടുള്ളത്. പ്രായം ഏതുമായിക്കൊള്ളട്ടെ, ഇത്രയും കാലത്തെ ജീവിതം എന്ന് പറയുന്നത് അപകടം പിടിച്ച ജീവിതം തന്നെയായിരുന്നു. അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു. ഈ വ്യക്തി ചിലപ്പോൾ അതെല്ലാം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഈ വ്യക്തി ഇന്നും വെയിറ്റിങ്ങിലാണ്, ഇന്നും നിങ്ങളെക്കുറിച്ച് ഓർത്ത് വെയിറ്റിങ്ങിലാണ്, ഇന്നും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മാനസികപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു നല്ലൊരു രീതിയിലേക്ക് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കണം. കാരണം ഈ വ്യക്തിക്ക് മറ്റാരുമായിട്ട് തല്ലുപിടിച്ചാലും ഈ വ്യക്തിക്ക് പ്രശ്നമില്ല. ഓക്കെ, അവർ പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി ഇരിക്കും. പക്ഷെ നിങ്ങളുമായി തല്ലുപിടിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരിക്കലും സമാധാനത്തോടു കൂടി ഇരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. കാരണം കാർഡ്സ് കാണിക്കുന്നുണ്ട്, നമുക്ക് 9 ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത അവസ്ഥ, ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം സ്നേഹമുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും അവിടെ ഒരു അസ്വാരസ്യക്കേടുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് പറഞ്ഞു തീർത്ത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള മെഡിറ്റേഷനും പലതരത്തിലുള്ള പ്രാർത്ഥനകളും ഈ വ്യക്തി ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. തീർച്ചയാണത്. കാരണം ഈ വ്യക്തി എല്ലാ വിശ്വാസങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ വ്യക്തി ഹിന്ദു ആണെങ്കിൽ ഈ വ്യക്തി യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്നു, അള്ളാഹുവിലും വിശ്വസിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ വ്യക്തി എല്ലാ വിശ്വാസത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നല്ല മനസ്സിന് ഉടമയാണ്.
ആ നല്ല മനസ്സായതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചതിവുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും ഈ വ്യക്തിയുടെ അവസാന വാതിൽ അല്ലെങ്കിൽ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നമുക്ക് അവസാനത്തെ 2 കാർഡ്സ് ദി എംപ്രസ് കാർഡും അതുപോലെ കിങ് ഓഫ് കപ്സുമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളെ ഈ വ്യക്തി കാണുന്നത് വളരെ നല്ലൊരു ഗൃഹനാഥനായിട്ടും ഒക്കെയാണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം, ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം അഭിമാനപൂർവ്വം ജീവിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുണ്ട്, തീർച്ച. അതുപോലെ തന്നെ കുട്ടികളുടെ അമ്മ, കുട്ടികളുടെ അച്ഛൻ, ഇതാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല കാർഡ്സ് ആണ് കിട്ടിയത്, വളരെ നല്ല എനർജികളാണ് നമ്മൾക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. മെസ്സേജ് അയച്ച് വിശദാംശങ്ങൾ അറിയുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.